ഉദിക്കട്ടെ. എന്താ മനസ്സിൽ ഉദിക്കേണ്ടത്? എപ്പോഴും മനസ്സിലെന്താ ഉദിക്കേണ്ടത്? ഏകവലംബനം. അവലംബനം എന്ന് പറഞ്ഞാൽ ആശ്രയം. ഞങ്ങളെപ്പോഴും ആരെ ആശ്രയിക്കണം? ഭഗവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണം എന്നല്ല പറയണത്. ഞങ്ങളുടെ മനസ്സെപ്പോഴും ഭഗവാനെ മാത്രമേ ആശ്രയിക്കാവൂ. ഇത് മനസ്സിൽ തോന്നാൻ അനുഗ്രഹിച്ചാൽ മതി എന്നാണ്. ഞങ്ങളൊരിക്കലും ഭഗവാനെ മനസ്സുകൊണ്ട് മറക്കരുത്. മനസ്സിലായില്ലേ നിങ്ങൾക്ക്? നമ്മളൊക്കെ എന്താ ചോദിക്കുക ഭഗവാനോട്? അനുഗ്രഹിക്കൂ, അങ്ങനെയൊക്കെയല്ലേ പറയാ. ഇവിടെ ഭഗവാനോട് അനുഗ്രഹിക്കാനല്ല പറയണത്. ഇവിടെ പറയുന്നത് ഞങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഭഗവാൻ മാത്രമേ ഒരു ആശ്രയമായി ഉണ്ടാവാവൂ. ഭഗവാനെ മാത്രമേ ആശ്രയമായി കാണാവൂ. ഭഗവാനെ മാത്രമേ ആശ്രയിക്കാൻ തോന്നാവൂ. ഭഗവാനെ മാത്രമേ ആശ്രയമായി ഉണ്ടാവൂ എന്ന് ഉറപ്പിക്കണം ഞങ്ങൾ. അതിന് ഞങ്ങൾ അനുഗ്രഹിക്കണം. വേറെ ആരും ഞങ്ങളുടെ കൂടെ പറയൂ ഉണ്ടാവില്ലേ. അപ്പോൾ അതുകൊണ്ട് മനസ്സാരെ ഓർക്കണം? ആരെ ഓർക്കണം? ഭഗവാനെ.